ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഓക്കെ, എൻ്റെ സ്ക്രീനിൽ ഒരു ട്രയാങ്കിളിനുള്ളിൽ ഒരു പ്രതിമ കാണാം അല്ലേ? ഇത് ആരുടെ പ്രതിമയാണെന്ന് അറിയാമോ? പൈതഗോറസിൻ്റെ പ്രതിമയാണ്. റൈറ്റ് ട്രയാങ്കിൾസിന്, ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ റൈറ്റ് ട്രയാങ്കിൾസിന്, മട്ടത്രികോണങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിയറമാണ് ഈ പൈതഗോറസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. ആ തിയറത്തിന് നമ്മൾ പറയുന്ന പേര് പൈതഗോറിയൻ തിയറം എന്നാണ്, അല്ലെങ്കിൽ പൈതഗോറസ് സിദ്ധാന്തം എന്നാണ്. എന്താണത് പറയുന്നത്? ഈ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ സൈഡ് എന്ന് പറയുന്നത് ഈ സി സ്ക്വയറാണ്. ഈ സി സ്ക്വയർ കിട്ടാൻ നമ്മൾ മറ്റു രണ്ട് വശങ്ങളെ സ്ക്വയറുകൾ ആഡ് ആക്കിയാൽ മതി. അപ്പോൾ എ സ്ക്വയർ, ഈ സൈഡ് എ ആണെങ്കിൽ ഇത് എ സ്ക്വയർ, ഈ സൈഡ് ബി ആണെങ്കിൽ ഇത് ബി സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ നമുക്ക് സി സ്ക്വയർ കിട്ടുമെന്നാണ് പൈതഗോറസ് തിയറം പറയുന്നത്. നോക്കാം നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇവിടെ നോക്കൂ, ഈ കുഞ്ഞു സമചതുരങ്ങളെല്ലാം യൂണിറ്റ് സ്ക്വയേഴ്സാണ്. 1 സെൻറ്റിമീറ്ററാണ് ഇവയുടെയൊക്കെ ലെങ്ത്ത്. അപ്പോൾ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ, ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താകും? ഈ സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16 ആവും. ഈ ഒരു സൈഡിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ 3 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ 3യുടെ സ്ക്വയർ 9 എന്നാവും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു പൈതഗോറസ് തിയറം പറയുന്നത് ഈ സൈഡിൻ്റെയും ഈ സൈഡിൻ്റെയും കർണം സ്ക്വയർ കിട്ടാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ, ഇത് പാദം ഇത് ലംബം, ഈ വലിയ വശത്തിന് കർണം എന്ന് പറയും. അപ്പോൾ കർണം സ്ക്വയർ കിട്ടാൻ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാദം സ്ക്വയർ 3 സ്ക്വയർ 9ഉം ലംബം സ്ക്വയർ 4 സ്ക്വയർ 16ഉമാണ്. നോക്കൂ, അവരെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 25. നോക്കൂ, കർണത്തിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25 തന്നെയാണല്ലോ. ഓക്കെ, ദിസ് ഈസ് എൻ എക്സാമ്പിൾ. ദെൻ നമുക്ക് നോക്കാം ഇതിനെങ്ങനെ എഴുതാം. ട്രയാങ്കിൾ വരെയാ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കണം വരയുന്നത്. ഈ 90യുടെ നേരെ ഓപ്പോസിറ്റുള്ള സൈഡായിരിക്കും ഏറ്റവും വലിയ സൈഡ്. ആ പൈതഗോറിയൻ തിയറം പറയുന്നത് ഈ സിയുടെ സ്ക്വയർ എന്ന് പറയുന്നത് ലംബത്തിൻ്റെയും പാദത്തിൻ്റെയും സ്ക്വയറുകളുടെ സമ്മാണ്. ദാറ്റ് ഈസ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസ് ഈക്വൽസ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഓക്കെ, ഇതാണ് ബേസ്, ഇതാണ് ഓൾട്ടിറ്റ്യൂഡ്. ഇത് രണ്ടും സ്ക്വയറും ആഡ് ആക്കിയാൽ ഇതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ സി കിട്ടാൻ എന്ത് ചെയ്താൽ മതി? സി സ്ക്വയർ ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നമ്മൾ മൈൻഡിൽ സെറ്റാക്കി വെക്കുക. ഇനി സി കിട്ടാൻ എന്താക്കണം? ഈ സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുക. സ്ക്വയറിനെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ അത് റൂട്ടാകും. അപ്പോൾ നമുക്ക് ഈ രണ്ട് വശങ്ങൾ കിട്ടിയിട്ട് ഈ വശം നമ്മോട് കണ്ടെത്താൻ പറഞ്ഞാൽ നമ്മൾ എന്താക്കിയാൽ മതി? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഈ സൈഡിൻ്റെയും ഈ സൈഡിൻ്റെയും സ്ക്വയർ കണ്ടിട്ട് ആഡ് ആക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണും. ഓക്കെ, ഇനി അതുപോലെ ഈ സൈഡുമാണ് കണ്ടെത്തേണ്ടിയിരുന്നെങ്കിലോ? എ കിട്ടാൻ വലിയ സൈഡിൽ നിന്നും ഈ ബി എന്നുള്ളത് ബേസിൻ്റെ സ്ക്വയറിനെ കുറച്ചാൽ മതി. നോക്കൂ, എ കിട്ടാൻ റൂട്ട് ഓഫ് സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ മതി. ഇനി ബി ആണ് കിട്ടേണ്ടിയിരുന്നെങ്കിലോ? സി സ്ക്വയറിന്ന് എ സ്ക്വയർ മൈനസ് ചെയ്തിട്ട് റൂട്ട് കണ്ടാൽ മതി. ഓക്കെ, എല്ലാം ഇത് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ആണ്. അപ്പോൾ സി കിട്ടാൻ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ചെയ്യണം.